കാവ്യം അമൃത് പേറുന്ന രസനിഷ്യന്തിയും ഭാവസ്പന്ദനിയുമാകുന്നത് അത് പൊരുളുകളെ ഉൾച്ചേർക്കുമ്പോഴാണ്. പൊരുളുകൾ ജീവിത സമസ്യകളുടെ പൂരണമാകുമ്പോഴാണ്. ജീവിതം എന്ന മഹായാഗത്തിലെ കരുക്കൾ മാത്രമായ മനുഷ്യൻ തൻ്റെ നിസ്സാരതയെ തിരിച്ചറിയുമ്പോഴുള്ള അമ്പരപ്പിൽ നിന്നാണ്, അവൻ്റെ ആത്മസ്പന്ദനങ്ങളുടെ തുടർച്ചയിൽ നിന്നാണ് പ്രാർത്ഥനകൾ എന്നും ഉരുവായിട്ടുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ നെടുമുടി വേണുവും അന്തരിച്ച നടൻ ഭരത് ഗോപിയും രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജാലകത്തിലൂടെയോ വാതിൽപ്പഴുതിലൂടെയോ സ്വാതന്ത്ര്യവും സാവകാശവും ഒത്തുവന്നാൽ പുറത്തേക്ക് ഇറങ്ങി നിന്നു ആകാശത്തേക്ക് ഒരു നിമിഷം ധ്യാനപൂർവ്വം നോക്കി നിൽക്കാറുണ്ട്. ഭൂമിയേക്കാൾ പരശതം വലിപ്പമുള്ള നക്ഷത്ര പെരുമാക്കൾ ഈ താഴെ നിന്നുകൊണ്ട് ഭൂമിയുടെ ഒരു ചെറു ഇടത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ എത്ര ചെറുതായി കാണുന്നു. മറിച്ചൊന്ന് ചിന്തിച്ച് അനുപാതപ്പെടുത്തി നോക്കുമ്പോൾ നാം വസിക്കുന്ന ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു തേജോമയമായ നക്ഷത്രത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയെ നോക്കുമ്പോൾ കടുകിനേക്കാൾ ചെറുതാണ് ഈ ഭൂമി. ഈ ഭൂമിയിലെ അനന്തകോടി മനുഷ്യാത്മാക്കളിൽ ഒരാൾ മാത്രമായ ഞാൻ എത്ര നിസ്സാരനാണെന്ന തിരിച്ചറിവ് എന്നെയും ഈ പ്രപഞ്ചത്തെയും സൗരയൂഥ പെരുമാക്കളെയും സൃഷ്ടിച്ച കാലനിയന്താവിൻ്റെ മുമ്പിൽ നാം എത്ര നിസ്സാരരാണെന്നും എത്ര നിരാലംബരാണെന്നും എന്ന തിരിച്ചറിവിൻ്റെ ഉൾവേവിൽ നിന്നുകൊണ്ട് നാം നമ്മുടെ ആത്മസ്പന്ദനങ്ങളെ, നിശ്വാസങ്ങളെ ആ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചകളാക്കുമ്പോൾ രക്ഷകനായി പ്രപഞ്ച നിയന്താവ് കൂടെ ഉള്ളപ്പോൾ ഞാനെന്തിനു ഭയപ്പെടുന്നു എന്ന ആശ്വാസം കാലത്തിൻ്റെ കാറ്റിലൂടെ ഒഴുകി നമ്മുടെ ആത്മാവിനെ പുൽകുന്നു. അവിടെ കാവ്യം അമൃതാകുന്നു. താൻ എത്തിപ്പെട്ടിരിക്കുന്ന ജീവിതാവസ്ഥ, ആ അവസ്ഥ തന്നിലുണ്ടാക്കുന്ന വിഭ്രമാത്മകമായ ഭാവസഹസ്രങ്ങൾ, അവയുടെ ബഹിർസ്ഫുരണം ഒരു പ്രകാശനധാരയിലൂടെ പ്രവഹിക്കുമ്പോഴാണ് പലപ്പോഴും നാം ഈശ്വരനുമായി സല്ലപിക്കുന്നത്, കലഹിക്കുന്നത്, ഒരുപാട് പരാതികളുമായി പരിദേവനങ്ങളുമായി തിരുസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. അങ്ങനെ തൻ്റെ ഹൃദയവ്യതകൾ ഈശ്വരനുമായി പങ്കിടുമ്പോൾ മനുഷ്യന് കിട്ടുന്ന സ്വാസ്ഥ്യം ചലച്ചിത്ര മേഖലയിൽ പ്രകാശനത്തിൻ്റെ തുടർച്ചയിൽ പലപ്പോഴും കഥാപാത്രങ്ങളുടെ നിശ്ചിതമായ കൃത്യതയോടുകൂടിയ അവതരണത്തിനും ആവിഷ്കാരത്തിനും തിരിച്ചറിവിനും വേണ്ടി പലപ്പോഴും പ്രയോജനപ്പെടുത്താറുണ്ട്. സന്ധ്യാപ്രാർത്ഥന വേളകളെന്ന് പറയുന്നത് ഹൈന്ദവ ഭവനങ്ങളിലായാലും ക്രൈസ്തവ ഭവനങ്ങളിലായാലും വീട്ടിലെ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ തങ്ങളുടെ ഐക്യത്തെയും പരസ്പരമുള്ള സ്നേഹത്തെയും സ്തോത്ര കാഴ്ചകളായി സമർപ്പിക്കുമ്പോഴുള്ള ഒരു സന്ദർഭത്തിൻ്റെ ദൃശ്യവിധാനങ്ങളാണ്. അവിടെ ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കെട്ടുറപ്പിൻ്റെ ചിത്രം നാം കാണുന്നു. അതിനിടയിൽ നെടുവീർപ്പിൻ്റെ ഗൽഗതം തേമ്പി നിൽക്കുന്ന സ്വര വ്യതിയാനത്തോടു കൂടി ഒരു കഥാപാത്രത്തിൻ്റെ പ്രാർത്ഥനാ ഗീതത്തിൽ ചെറിയ നൊമ്പരത്തിൻ്റെ ശീൽക്കാരങ്ങൾ ഇടചേർന്ന് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള തൻ്റെ മുഴുവൻ സത്തയുടെയും സമർപ്പണമാകുന്നു. അതിലെ വ്യതകളുടെ മുഴുവൻ ആവലാദികളുടെയും പരിദേവനങ്ങളുടെയും സമർപ്പണമാകുന്നു. അല്ലാതെ പലപ്പോഴും ദൈവം തന്ന വലിയ കാരുണ്യത്തിനു വേണ്ടിയുള്ള നന്ദി പ്രകാശനമാകുന്നു. അവിടെയും ആ പ്രാർത്ഥനാഭാഗത്തിൻ്റെ തുടർച്ചയിലും അതിൻ്റെ ഭാഗമായും പരസ്പരമുള്ള കരുതലും സ്നേഹത്തിൻ്റെ നൈരന്തര്യവും അന്യോന്യം പകർന്നു നൽകുന്ന സമാശ്വസനത്തിൻ്റെ ഉൾവെളിവും കൂടി അതിൽ ഇനിച്ച് തെളിഞ്ഞു വരുമ്പോൾ അത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും ഹൃദ്യമാർന്ന ഒരു നിമിഷ ചിത്രമായി മാറുന്നു. അതിമനോഹരമായി അത്തരത്തിലുള്ള ഒരു രംഗം സമാഗമം എന്ന ചിത്രത്തിൽ സംവിധായകനായ ജോർജ് കിത്തു നിവേശിച്ചിട്ടുണ്ട്. അതൊരു പ്രാർത്ഥനാഗീതമായി ONV എന്ന മലയാള ഭാഷയ്ക്ക് ലഭിച്ച വരദാനമായിരുന്ന അനുഗ്രഹീതനായ കവിയുടെ ഒരു സ്നേഹവർഷമായി ആ തുലിയിൽ നിന്നും വിരിച്ച ആ ഗാനത്തിന് ഒരുപക്ഷെ മലയാള ചലച്ചിത്ര സംഗീതധാരയിലെ പുതിയ തലമുറയിലെ ഏറ്റവും അനിഷേധ്യനായ മൗലിക പ്രതിഭ എന്ന് പറയാവുന്ന ജോൺസൺ ഈണത്തിൻ്റെ ചിറകുകൾ നിവേശിച്ചപ്പോൾ അത് എസ് ജാനകിയുടെ അപരിമേയമായ അഭൗമമായ നാദനിർദ്ധരിയിലൂടെ പ്രവഹിച്ചപ്പോൾ നമുക്ക് നമ്മുടെ നെഞ്ചോട് അടക്കിപ്പിടിച്ച് നിന്നുകൊണ്ട് നമ്മുടെ തന്നെ വീർപ്പുകളുടെ ഹൃദയഭാഷ്യമായി മനസ്സിൽ താലോലിക്കാവുന്ന മനോഹരമായ ഒരു ഗാനമായി പിറന്നു. നാളെയുടെ വാഗ്ദാനമായി നമ്മുടെ മുമ്പിൽ
പ്രത്യാശകൾ ഉണർത്തിക്കൊണ്ട് നിൽക്കുന്ന മെറിനാണ്. എസ് ജാനകി ചലച്ചിത്രത്തിന് വേണ്ടി പാടിയ ഈ ഗാനത്തിന് ഇവിടെ സ്വരം പകർന്ന് ഈ ഗാനത്തിൻ്റെ പ്രകാശനം ഒരു അമൃതമായി നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങുന്നതിന് നിമിത്തമായത്. സ്വർഗനായകാ കാത്തുകൊള്ളുക നീ
മകനെ നിനക്ക് വേണ്ടി എന്ന ചിത്രം ക്രൈസ്തവാന്തരീക്ഷത്തിലുള്ള ഒരു പ്രമേയത്തിൻ്റെ പ്രകാശനത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ പൊതു സാമ്യതകളുള്ള ജീവിതാവസ്ഥകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു ജീവിത വിചാരണയാണ്. ആ ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയത് ഏത് കാലഘട്ടത്തിലായാലും മലയാള സിനിമയിലെ സംഗീത വിഭാഗത്തിൻ്റെ ഏറ്റവും ഹൃദയഹാരിയായ ഒരു പർവ്വത്തിന് സാരഥ്യം വഹിച്ച വയലാർ രാമവർമ്മയും ദേവരാജൻ മാസ്റ്ററുമാണ്. പലപ്പോഴും നമ്മളെ വിസ്മയപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. വയലാറിൻ്റെ ഗാനങ്ങളിലൂടെ ഒരു പുനർവായന നടത്തുമ്പോൾ അതിന് ദേവരാജൻ നൽകിയ ഹൃദയഹാരിയായ ഈണങ്ങളിലൂടെ ഒരു പുനർയാത്ര നടത്തുമ്പോൾ ഗദ്യരൂപത്തിൽ നാം നിവർത്തിച്ചു പോരുന്ന പ്രാർത്ഥനകളെ ചെറിയ ചെറിയ മിനുക്കലുകൾ കൊണ്ട് അതിമനോഹരമായി പദ്യഭാഷ്യത്തിലേക്ക് നിവേശിപ്പിച്ചെടുത്തുകൊണ്ട് വേണമെങ്കിൽ ഗദ്യകവിത എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള സ്തോത്രഗീതങ്ങൾ വയലാർ എഴുതി കൈമാറിയാൽ അതിന് അതിമനോഹരമായ ഈണം നൽകിക്കൊണ്ട് അതിൻ്റെ ഗദ്യപദ്യ വിചാര വിരുദ്ധതകളെ അലിയിപ്പിച്ച് മാറ്റിക്കൊണ്ട് അത് ഹൃദയഹാരിയായ ആലാപനത്തിന് കൂടി സമർപ്പിച്ച് അതിലൂടെ നമ്മുടെ മനസ്സിൽ പെയ്തിറങ്ങുന്ന ഒരു സ്നേഹ ചൈതന്യത്തിൻ്റെ ധാരയാക്കി മാറ്റുവാൻ വയലാർ രാമവർമ്മയുടെ വരികളോട് മാത്സര്യപൂർവ്വം ദേവരാജൻ്റെ ഹൃദയ സംഗീതം ഇടചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അസുലഭ നിമിഷങ്ങൾ നമ്മുടെ ചലച്ചിത്ര സംഗീതത്തിൻ്റെ ഏറ്റവും ധന്യമായ ഒരു കാലഘട്ടത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വയലാറിൻ്റെ രചനയ്ക്ക് ദേവരാജൻ സംഗീതം പകർന്ന് മകനെ നിനക്ക് വേണ്ടി എന്ന ചിത്രത്തിന് വേണ്ടി അവതരിപ്പിച്ച ഒരു ഗാനമാണ് നാം ഇനി കേൾക്കുന്നത്. പി സുശീലയും രേണുകയും ചേർന്നാണ് ഈ ഗാനം ആ ചിത്രത്തിന് വേണ്ടി ആലപിച്ചത്. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും എന്ന് ആരംഭിക്കുന്ന നമ്മുടെ ക്രൈസ്തവധാരയിലെ ഏറ്റവും വിശുദ്ധമായ ദൈവസംബോധനയുടെ കീർത്തനത്തെ എത്ര ഹൃദ്യമായാണ് ദേവരാജൻ മാസ്റ്റർ ഈണം പകർന്ന് വയലാർ രാമവർമ്മ ഗാന ജനുസിലേക്ക് ഇടചേർത്തുകൊണ്ട് നമുക്കായി പകർത്ത് തന്നിരിക്കുന്നത്. ആ ഗാനം ഇവിടെ ശ്രുതി മനോഹരമായി നമുക്ക് വേണ്ടി ആലപിക്കുന്നത് അനുഗ്രഹീത ഗായകനായ വിൻസെൻ്റ് പിറവമാണ്. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. കണ്ണീർ നിറഞ്ഞൊരു പാനപാത്രങ്ങൾ നിൻ കൈനീട്ടി വാങ്ങണമേ. കണ്ണീർ നിറഞ്ഞൊരു പാനപാത്രങ്ങൾ നിൻ കൈനീട്ടി വാങ്ങണമേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉയരങ്ങളിലുള്ള കർത്താവേ, കൂട്ടായിരിക്കണമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഉയരങ്ങളിലുള്ള
ദുഃഖങ്ങൾ തീർക്കേണമേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കാവ്യാമൃതം. ക്രൈസ്തവ സംസ്കൃതിയിൽപ്പെട്ട ഗീതങ്ങൾ ഒരുക്കുന്നതിൽ അദ്വിതീയമെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ട വൈഭവവും നൈപുണ്യവും സർഗസിദ്ധിയും പ്രകടിപ്പിച്ചിട്ടുള്ള 3 ഗാനരചയിതാക്കൾ നമുക്കുണ്ട്. പി ഭാസ്കരൻ, വയലാർ രാമവർമ്മ, ONV. അവർക്ക് മുമ്പേ ഗാനരചനാ രംഗത്തേക്ക് കടന്നു വന്ന, ഭാസ്കരൻ മാസ്റ്റർക്ക് മുമ്പേ എന്ന് പറഞ്ഞുകൂടാ എങ്കിലും കടന്നു വന്ന അഭയദേവും ഈ ധാരയിൽ തൻ്റേതായ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അവരെ പിന്തുടർന്ന് കടന്നു വന്ന ശ്രീകുമാരൻ തമ്പി ഈ സംസ്കൃതിയോട് ഹൃദയം കൊണ്ട് ഇടചേരുന്നതിലും ഭാവനിഷന്ധികളായ ഗാനങ്ങൾ എഴുതുന്നതിലും താനും അവരോടൊപ്പം തന്നെ സമശീർഷതയ്ക്ക് അർഹനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വളരെ ചേതോഹരമായ ഒരു ഗാനമാണ് നമുക്കിനി അവതരിപ്പിക്കുവാനുള്ളത്. മിസ് മേരി എന്ന ചിത്രം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിസിയം എന്ന പേരിൽ വളരെ വിസ്തൃതമായ ഒരു ചിത്രത്തിൻ്റെ മൊഴിമാറ്റമല്ല, ഒരു പുനർഭാഷ്യമാണ്. ആ ചിത്രത്തിന് വേണ്ടി അതിമനോഹരമായി ഈ ഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുള്ളത് ഇന്ന് ലോകവിസ്തൃതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞിരുന്ന ഓസ്കാർ ജേതാവായ AR റഹ്മാൻ്റെ പ്രിയ പിതാവ് RK ശേഖറാണ്. ഒരുപാട് മികച്ച ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയിട്ടും അർഹിക്കുന്ന അംഗീകാരമോ പ്രശസ്തിയോ പദവി ഗരിമയോ ലഭിക്കാതെ പോയ നിർഭാഗ്യവാനാണ് RK ശേഖർ. ദേവരാജൻ്റെ ആയാലും ദക്ഷിണാമൂർത്തിയുടെ ആയാലും അർജുനൻ മാസ്റ്ററുടേതായാലും ആ ധാരയിൽ കെ രാഘവൻ മാസ്റ്ററുടേതായാലും ബാബുരാജിൻ്റേതായാലും ഇവരുടെയെല്ലാം സംഗീത യാനങ്ങൾക്ക് അകമ്പടി സംഗീതത്തിൻ്റെ സാരഥ്യം വഹിച്ചിരുന്ന, ഹൃദയം കൊണ്ടതിൽ പങ്കാളിയായിരുന്ന കലാകാരനായിരുന്നു RK ശേഖർ. RK ശേഖറിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ഈ മിസ് മേരി എന്ന ചലച്ചിത്രത്തിൽ ഉൾച്ചേർത്ത ഒരു ഗാനമാണ് നാം ഇനി കേൾക്കാനിരിക്കുന്നത്. നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ തെളിച്ചം എന്നാരംഭിക്കുന്ന ഈ ഗാനം ചിത്രത്തിന് വേണ്ടി ആലപിച്ചത് P. സുശീലയാണ്. ഇവിടെ നമുക്ക് വേണ്ടി സെലിൻ ആ ഗാനം അവതരിപ്പിക്കുന്നു. നീ എൻ്റെ വെളിച്ചം
ഭാവവും ധ്യാനവും നാദത്തിന് അലങ്കാരമായി ശ്രുതി ചേരുമ്പോഴാണ് ഗാനം പിറക്കുന്നതെങ്കിൽ ആ ഗാനത്തിൽ പ്രാർത്ഥനയുടെയും അർത്ഥനയുടെയും സമർപ്പണത്തിൻ്റെയും അലകുകൾ കൂടി ഉൾച്ചേരുമ്പോൾ അവ അമൃത തുല്യമായ കാവ്യങ്ങളായി നമ്മുടെ ആത്മാവിൽ തേന്മഴ പെയ്യിക്കുന്നു. കാവ്യാമൃതം അവതരിപ്പിക്കുന്നത് നിരവധി ഹൃദയങ്ങളെ ചൈതന്യം കൊണ്ട് താലോലിച്ച ഗാന തലജങ്ങളുടെ ആഘോഷമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാ